നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള VC ഇന്ന് ഗവർണറെ കണ്ടേക്കും. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഇന്ന് ഗവർണറെ കണ്ടേക്കും. സർവകലാശാലയിലെ ഭരണസമ്പന്നാവസ്ഥ അറിയിക്കുന്നതിനാണ് കൂടിക്കാഴ്ച. സർവകലാശാലയിൽ പ്രക്ഷോഭം ശക്തിപ്പെട്ടതിനാൽ 2 ആഴ്ചയായി മോഹൻ കുന്നുമേലിന് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഇതിനിടെ ഫയൽ സംവിധാനം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് നൽകാൻ അനുമതി തേടി വൈസ് ചാൻസലർ ഗവർണർക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിട്ടുണ്ട്. അഡ്മിൻ ആക്സസ് തനിക്ക് മാത്രമാക്കണമെന്ന VCയുടെ ആവശ്യം സ്വകാര്യ പ്രൊവൈഡർമാർ നിരസിച്ചതിന് പിന്നാലെയാണിത്. കൊച്ചിയിൽ ഫർണിച്ചർ കടയിൽ തീപിടുത്തം. കൊച്ചി നോർത്ത് പാലത്തിന് സമീപം ടൗൺ ഹാളിന് സമീപത്തെ ഫർണിച്ചർ കടയിലാണ് തീപിടുത്തം. പുലർച്ചെ 3 മണിയോടെയാണ് ഫർണിച്ചർ കടയിൽ തീ പടർന്നു പിടിച്ചത്. തീ നിയന്ത്രണ വിധേയമാക്കി. സമീപത്ത് 3ഓളം പെട്രോൾ പമ്പുകൾ ഉള്ളത് ആശങ്കയുണ്ടാക്കിയിരുന്നു. പഴയ കസേരകൾ നന്നാക്കി വിൽക്കുന്ന ഷോറൂമിനാണ് തീ പിടിച്ചത്. വലിയ രീതിയിൽ തീ ആളിപ്പടർന്നു. പത്രവിതരണക്കാരാണ് തീ പിടിച്ചത് കണ്ട് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. 5ഓളം യൂണിറ്റിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി. തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ടെമ്പോ ഓട്ടോയിലിടിച്ച ഡയാലിസിസ് രോഗിക്ക് ദാരുണാന്ത്യം. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു വാണിയംകുളത്ത് അപകടം നടന്നത്. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഡയാലിസിസ് കഴിഞ്ഞ ശേഷം മായന്നൂരിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെ എതിരെ വന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറി ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. മായന്നൂർ പൂളയ്ക്കൽ വീട്ടിൽ പത്മാവതിയാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഇവർ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന മക്കൾ പ്രസീജ, ജിഷ, മരുമകൻ അയ്യപ്പദാസ് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. പഞ്ചായത്ത് അംഗവും അമ്മയും തൂങ്ങി മരിച്ച നിലയിൽ. ആത്മഹത്യക്കുറിപ്പിൽ ഗുരുതര ആരോപണങ്ങൾ. വക്കം ഗ്രാമപഞ്ചായത്ത് അംഗത്തെയും അമ്മയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വക്കം നെടിയവള വീട്ടിൽ വത്സല, അരുൺ എന്നിവരാണ് മരിച്ചത്. വീടിന് പിൻവശത്തുള്ള ചായ്പിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വക്കം ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡംഗമാണ് അരുൺ. ആത്മഹത്യക്കുറിപ്പ് വാട്സാപ്പിലൂടെ സുഹൃത്തുക്കൾക്ക് അരുൺ അയച്ചു നൽകിയിരുന്നു. തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. ഉത്തരവാദികളായവരുടെ പേരും കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ തടയാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രം. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നതായി സർക്കാർ വൃത്തങ്ങൾ. കോടതിയെ കേന്ദ്രം ഇക്കാര്യം അറിയിക്കും. വിശദാംശം മുദ്രവെച്ച കവറിൽ നൽകിയേക്കും. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെയാണ് ഹർജി എത്തുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16 നടപ്പാക്കുമെന്നാണ് വിവരം. ഇത് മരവിപ്പിക്കാനും നിമിഷപ്രിയയെ മോചിപ്പിക്കാനും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടി ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയത്.